LS പ്രമോദ്, കരകുളം വിനോദ്, ബിബിൻ, ഷെരൻ തോമസ്, എഡ്വിൻ, KNMS വക്താക്കളാണ്. വഴുതക്കാട് ആസ്ഥാനമായി 45 വർഷമായി പ്രവർത്തിച്ചു വരുന്ന കേരള നാടാർ മഹാജന സംഘം ആസ്ഥാനത്ത് ഭാരതരത്നം ശ്രീ K കാമരാജിൻ്റെ 123ാമത് ജന്മദിനാഘോഷം നടക്കുകയാണ്. അങ്ങനെ ജന്മദിനാഘോഷം നടക്കുന്ന സ്ഥലത്ത് ആ ഓഫീസ് പിടിച്ചെടുക്കാൻ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് 20-ാം തീയതി ഒരു പോസ്റ്റർ ഇറക്കിയിരിക്കുന്നു. അവരുടെ സംഘപരിവാർ പ്രോഗ്രാം അവിടെ നടക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പരിപാടി ആക്രമിക്കുകയും മതേതരത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന KNMSനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ പ്രസിഡന്റാണ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ KNMSൻ്റെ ആസ്ഥാനം പിടിച്ചെടുക്കാൻ RSSO സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ BJPയോ വരികയാണ് എങ്കിൽ ജീവൻ കൊടുത്തും നാടാർ സമുദായം അത് നേരിടും. അങ്ങനെ ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് കീഴടക്കാനുള്ള ആസ്ഥാന മന്ദിരമല്ല KNMS ഓഫീസ് എന്ന് പൊതുജനങ്ങളോട് പറയാനാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ ഉദ്ദേശം 10 കോടിയോളം രൂപ കൊടുത്ത് സംഘപരിവാർ കേന്ദ്രങ്ങൾ ഈ ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഈ ആരോപണത്തിന് അടിസ്ഥാനമായ വിവിധ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ഈ ഓഫീസ് പിടിച്ചെടുക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന ഗൂഢാലോചനയുടെ ചിത്രമാണിത്. ഗുജറാത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരു ഭീകരൻ മണിപ്പൂരിൽ ചെന്ന് മണിക്കൂറുകൾ കൊണ്ട് 350 പള്ളികൾ കത്തിക്കുകയും 10,000-കണക്കിന് വീടുകൾ കത്തിക്കുകയും ചെയ്ത അതേ തന്ത്രം BJPയുടെ ആസ്ഥാനത്ത് നിന്ന് ഗുജറാത്തിൽ പരിശീലനം സിദ്ധിച്ച ഒരു ഭീകരനായ ആളെ കേരളത്തിലും ഇറക്കി കളിക്കുകയാണ്. നാടാർ സമുദായത്തെ മതപരമായി ഭിന്നിപ്പിച്ച് ഇവിടെ ഒരു ആക്രമണം അഴിച്ചുവിട്ട് അത് ഹിന്ദു നാടാരും ക്രിസ്ത്യൻ നാടാരും തമ്മിലുള്ള അടിയാണ് എന്നും അതിന് സംഘപരിവാറിന് ഒരു ബന്ധവുമില്ല എന്നും പ്രഖ്യാപിക്കാനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുന്നു. കേരളത്തെ അരാജകത്വത്തിലാക്കാൻ, നാടാർ സമുദായത്തെ അരാജകത്വത്തിലാക്കാനുള്ള രാജീവ് ചന്ദ്രശേഖറിൻ്റെ നടപടികളിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പിൻവാങ്ങണമെന്നും NDA നേതൃത്വവും മറ്റൊരു പോസ്റ്ററൊക്കെയിരിക്കുന്ന NDAയുടെ ദേശീയ നേതാവെന്ന് പറയുന്ന ആളാണ് KNMSൻ്റെ ഓഫീസ് അതിക്രമിച്ച് കിടക്കാൻ 20-ാം തീയതി പദ്ധതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആസൂത്രിതമായ ആക്രമണ പദ്ധതികൾ ഒരുക്കുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ സമാധാനം പറയണമെന്നും നാടാർ സമുദായത്തെ ഇങ്ങനെ നേരിടുകയാണെങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കാൻ നാടാർ സമുദായം തയ്യാറാണ് എന്നും ആണ് ഞങ്ങൾ പറയാനുള്ളത്. കാമരാജ് ജയന്തി ആഘോഷങ്ങളുടെ ഓഫീസിൻ്റെ ഫ്ലക്സുകൾ വഴുതക്കട ഓഫീസിൽ വന്ന് BJPക്കാർ അടിച്ചു തകർത്തു. 3 പ്രാവശ്യം അടിച്ചു തകർത്തു. KNMSൻ്റെ ഓഫീസിനകത്തുള്ള ഞങ്ങളുടെ പ്രിൻ്റർ, AC, കമ്പ്യൂട്ടറുകൾ, ആംപ്ലിഫയറുകൾ എല്ലാം മോഷണം ചെയ്തു കൊണ്ടുപോയി. കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. ആ 18-ാം തീയതി മോഷണം ചെയ്ത് കൊണ്ടുപോയതിനെതിരെ ഞങ്ങൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അന്വേഷണം നടന്നു വരുന്നു. അന്വേഷണത്തെ ഓരോ ഘട്ടങ്ങളിലും ചേർക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെടുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. 20-ാം തീയതി 100ഓളം കേഡറുകളെ ഉപയോഗിച്ച് വഴുതക്കാട് ഓഫീസ് പിടിച്ചെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് ലഭ്യമായ അറിവനുസരിച്ച് 100 പേർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും 100 ഗുണ്ടകളെയും സംഘപരിവാർ കേന്ദ്രങ്ങൾ നിയോഗിച്ചു കഴിഞ്ഞു. അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങൾ KNMS ഒരുക്കിയിട്ടുണ്ട്. ഓഫീസിനകത്തേക്ക് ഒരു സംഘപരിവാറിനെയും അകത്ത് കടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ജീവൻ കൊടുത്തും നാടാർ സമുദായത്തിൻ്റെ ആസ്ഥാനം ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. KNMSന് PKV മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നാടാർ സമുദായത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായിട്ട് ശ്രീ M കുഞ്ഞകൃഷ്ണൻ നാടാർ സ്മാരകത്തിന് വേണ്ടി അനുവദിച്ചിരുന്ന സ്ഥലമാണ്, ഞങ്ങളുടെ കൈവശമാണ്. അക്കാലം തൊട്ട് ഇക്കാലം വരെയും കെട്ടിടങ്ങൾ പണിതത് ഞങ്ങളാണ്.
അവിടെ സുഗമമായ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ്. അതിനകത്ത് ഓരോ സംഘപരിവാറുകാരനും 10 പൈസയുടെ ചിലവോ ഇൻവോൾവ്മെൻറ്റോ ഇല്ല. ആദ്യമായിട്ട് അതിക്രമിച്ച് കയറാൻ വരികയാണ്.